കൊടുത്തു. ശരക്കരാർത്തോളെ ഏവരുമായോ ഏവരും ആ കുടുംബാദികൾ സേവിയാർത്തോളെ ആവട്ടെ. തക്കവണ്ണം അനേകം കാലങ്ങളായി ഞങ്ങൾ ഇതുവരെ കണ്ടുപോയിരുന്ന തറവാട്ടിനകത്ത് എങ്കിലും അല്പമാത്രമായിരിക്കുന്ന ആ ഒരു മത്സരത്തിങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തറവാട്ടകത്ത് വേണ്ടുന്നതായിരിക്കുന്ന അഭിവൃദ്ധികൾ ഉണ്ടാക്കി പോരുവാൻ തക്കവണ്ണം ഒന്ന് മൺമറഞ്ഞു നിന്നുമല്ലേ മണ്ണിനകത്ത് നിന്നും ഇപ്പോഴത്തിങ്ങനെ വീണ്ടും ആ ആത്മീകത്തെ ഒന്ന് തട്ടി ഉണർത്തി നിങ്ങൾ ഭക്തി കൊണ്ട് ഇങ്ങനെയാണ് തറവാട്ടകത്ത് ക്ഷേമുഷി തന്നെയാണോ ശ്രേഷ്ഠത തന്നെയാണോ ഞങ്ങൾ ഇതുവരെ മുന്നിലേക്ക് നിൽക്കുന്നിടത്ത് അല്പമാത്രമായിരിക്കുന്നത് മൊഴിയേ ഉള്ളൂ എങ്കിലും എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞുമക്കളാലും ശ്രേഷ്ഠതയെങ്കിൽ തന്നെയാണോ അതല്ല ഞാനെന്നും നീയെന്നും എൻ്റേതെന്നും നിന്നേതെന്നും പാതിയെന്നും പഴുത്തപടിയെന്നും രണ്ടവസ്ഥയുണ്ടോ? എല്ലാവരും അത്രയേ വീണ്ടും അല്ലേ ഒരാലയിൽ കെട്ടിയിരിക്കുന്ന ഗോക്കളെ പോലെ അല്ലേ കൊമ്പും കുളമ്പും കൂട്ടിയിടിച്ചെന്ന് വരികിലും അല്ലേ അത് വലുതായിരിക്കുന്നതായ പരിഭവത്തിലേക്ക് നയിക്കാതെ കണ്ട് ഒരുത്തൻ്റെ പുറമെ ഒരുത്തൻ തടവിയിട്ട് 10 മക്കളാണെന്ന് വരികിലും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ഐക്യമത്യം മഹാബലം എന്നതുപോലെ ഈ തറവാടെന്നിരിക്കുന്നതായ ഈ ആലയ്ക്കകത്ത് നിങ്ങൾ കളിക്കാറായിരിക്കട്ടെ കേട്ടോ. വേറിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഞാനും എൻ്റെ വിഷ്ണുമൂർത്തി വന്നിരിക്കുന്നതായ ഈ സംഗമ വേളയെങ്കിലും നിങ്ങൾക്ക് അല്ലലും ജില്ലലും മുഷിച്ചലും ഇല്ലാതൊക്കെ വണ്ണം തന്നെ നിങ്ങൾക്ക് കഴിയണം അല്ലേ വേണ്ടേ? ഏകോദര സഹോദരന്മാരായിട്ട് ഒരേ ചരടിങ്കൽ കോർത്തിരിക്കുന്ന ആ മുത്തുപോലെ അല്ലേ അങ്ങനെയല്ലേ കുടുംബാദികളെ ഏകീകരിച്ചിട്ട് എവിടെയാണോ കുടുംബങ്ങളുള്ളത് അവിടെ ശ്രേയസ്സും അഭിവൃദ്ധിയും ഉണ്ടാവും. അതുകൊണ്ട് അതല്ല ഇതിനകത്ത് ചെറുതായിട്ടെങ്കിലും മുറിച്ചൽ വന്നാൽ അത് ഞങ്ങൾ ഇരുവരെയും ബാധിക്കും അല്ലേ. ഇതിനകത്ത് ചൈതന്യം ഉണ്ടാവില്ല. ഏവരും ഒരേ പ്രകാരത്തമണ്ണം തന്നെയാണോ? വലിപ്പച്ചെറുപ്പം നോക്കാതെ തക്കവണ്ണം ഇതിൻ്റെ അകത്ത് ഏവരും ഒരേ സ്വരച്ചേർച്ചയെങ്കിൽ തന്നെയാണോ നിലകൊള്ളുന്നത്? എന്ത് പറഞ്ഞാലും എതിരാണ്, പക്ഷെ നമ്മൾ വിജയിക്കുന്നുണ്ടല്ലോ. അത് നമ്മളെ ദൈവത്തിന്റെ അല്ലെ, അത് തന്നെയാണ് ചോദിക്കുന്നത്. ശരക്കരാർത്തുളെ അല്ലെ, ഇതിനകത്ത് ആരെന്ത് പറഞ്ഞാലും എല്ലാവരും എതിരാണ്, പക്ഷെ അവസാനം നമ്മളെല്ലാം നല്ലമാതിരി പോകുന്നു. അതാണ് ശരിയോ അല്ലേ? എന്തിനും ഇവിടെ പക്ഷപാതങ്ങൾ ഉണ്ടാവും ഉണ്ടോ അല്ലേ? എന്ന് പറഞ്ഞാലും പക്ഷങ്ങൾ വേണമല്ലോ നിശ്ചയമായിട്ടും അല്ലേ. രണ്ട് പക്ഷം വേണ്ടേ? അതാണ് അത് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യാദികളാണ് വേണ്ടേ. സ്വയം ചിന്തനം നടത്തണം. എവിടെയാണ് ഞങ്ങൾക്ക് ഇരുവർക്കും പിഴക്കുമോ അല്ലേ? ലക്ഷണക്കേട് ഞങ്ങൾക്ക് ഇരുവർക്കും ഇല്ലല്ലോ, ഉണ്ടോ? സർവ്വഗുണം ഇതിനകത്ത് ഞാനും എൻ്റെ വിഷ്ണുമൂർത്തിയും സർവ്വഗുണങ്ങളും ചേർന്നിരിക്കുന്നതായ അല്ലേ ഉത്തമ പുരുഷനും അല്ലേ മഹാത്രിപുര സുന്ദരിയും തന്നെ. ഞങ്ങൾക്കല്ലല്ലോ ഇവിടെ ലക്ഷണക്കുറവ്, ഞങ്ങൾക്കാണോ ഇവിടെ കർമ്മപ്പിഴവ്? നിങ്ങളെന്നിരിക്കുന്ന കർമ്മത്തിൻ്റെതായ ഫലമായിരിക്കില്ലേ ഇതിനകത്ത് നിങ്ങൾ അനുഭവിച്ചു പോരേണ്ടത് അല്ലേ? അങ്ങനെ തന്നെയാണ് അല്ലേ. രണ്ട് പക്ഷം ഭിന്നമായിരിക്കുന്ന അഭിപ്രായം വേണമെന്നല്ല ഭഗവാൻ ചെയ്യുന്നത്. എന്തിനും ഏതിനും രണ്ട് പക്ഷമുണ്ടാവണം അല്ലേ. പക്ഷം വേണം, അത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് ഏതാണോ നല്ല കാര്യം അല്ലേ. രണ്ട് പക്ഷം, ഒരു എന്തിനും ഏതിനും ഒരു പ്രതിപക്ഷം വേണം അല്ലേ. ആ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആ തറവാടിന് ശ്രേയസ് ഉണ്ടാവൂ. അല്ലെങ്കിൽ ഒരു പക്ഷം മാത്രം ചേർന്നാൽ അത് തെറ്റിലേക്കായാലും ആ തെറ്റ് മാത്രമേ ഉയർന്നു വരൂ. പക്ഷമുണ്ടെങ്കിൽ ബാലാധിപിം ഗൃഹീതവ്യം യുക്തമുക്തമനീഷിഭി രയേര വിഷയ കിംന പ്രദീപസ്യ പ്രകാശനം എന്നാ പറയുന്നത് അല്ലേ. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നന്മയായിരിക്കുന്ന കാര്യങ്ങൾ അത് പണ്ഡിതനായാലും ചെറിയൊരു ബാലകനായാലും അതിൽ ഉചിതമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുക അല്ലേ. എല്ലാ കാലത്തും സൂര്യൻ്റെ വെളിച്ചം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരുമോ? ഇല്ല അല്ലേ. സൂര്യൻ കാർമേഘം കൊണ്ട് മൂടുന്ന കാലം അന്ധകാരം വർഷിക്കും. അപ്പോഴോ ചെറുതായിരിക്കുന്നൊരു വിളക്ക് കൊണ്ടുപോലും നിങ്ങൾക്ക് വെളിച്ചം കിട്ടും എന്നതുപോലെ എല്ലാ കാലത്തും എല്ലാവരും ഇതിനകത്ത് ഉണ്ടാകുമെന്ന് പറയാനാവൂല അല്ലേ. അതുകൊണ്ട് നാളേക്കുള്ളതായിരിക്കുന്ന ധനങ്ങളാകുന്നു പുത്രസമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്ത് അല്ലേ ഇതിനകത്ത് ചെയ്യാനുള്ള കർമ്മങ്ങളിൽ എല്ലാവരെയും പങ്കുചേർത്തുകൊണ്ട് ഞാനെന്നോ നീയെന്നോ പാതിയെന്നോ പഴുത്തപടിയൊന്നും ഇരിക്കുന്നോ അല്ലേ. സാരമില്ലാത്തതും ഭൂരിചേരുകിൽ കാര്യസാധകം നാര് ചേർന്നുള്ളൊരു കയറാൽ പാലിൽ കെട്ടിയിരുന്നു ധന്തി എന്ന് പറഞ്ഞതുപോലെ തൃണങ്ങൾ വളരെ ഫലക്ഷയമുള്ളവയാണല്ലോ അല്ലേ ചെറുക്കനാർത്തുള്ളി. പക്ഷേ ആ ബലക്ഷയമുള്ള തൃണങ്ങളെ കൂട്ടിപ്പിരിച്ചു കഴിഞ്ഞാൽ മതമിളകിയ ഗജത്തെ വരെ പിടിച്ചു കെട്ടാൻ ബലമുള്ളതായൊരു
വടമാക്കി ഉപയോഗിക്കാം അതിൽ എന്നതുപോലെ ഇതിനകത്ത് ഉള്ളവനും ഇല്ലാത്തവനും അല്ലേ, കയ്യൂക്കുള്ളവനും ഇല്ല അല്ലേ, പണ്ഡിതനും പാമരനും ദരിദ്രനും ധനവാൻ എല്ലാവരും ഉണ്ടാകും. പക്ഷേ ആ ഒരു അല്ലേ പന്തിവിഭജനം അല്ലെ ആ ഒരു പന്തിവിഭേദനം ഇതിനകത്ത് കാട്ടാൻ വേണ്ടി പാടില്ല. ഇത് നിങ്ങളുടെ കർമ്മഭൂമിയാണ്. ഇവിടെ നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നൊരു കർമ്മമുണ്ട്. എന്താണത് അല്ലേ? ഇങ്ങനെയുള്ള നൃത്തഗീതാദി കർമാനുഷ്ഠാനം എന്നിരിക്കുന്ന മഹായജ്ഞം, അത് നിങ്ങളുടെ ധർമ്മമെന്ന് കരുതി അത് സന്തോഷപൂർവ്വത്തോട് കൂടിയിട്ട് രണ്ട് മനസ്സ് കൂടാതെ കണ്ട് അല്ലേ, ലാഭേച്ഛ കൂടാതെ കണ്ട് നിങ്ങളത് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് വേർതിരിക്കുന്നതായ എല്ലാവിധ സുഹൃതങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും ഞാൻ എൻ്റെ വിഷ്ണുമൂർത്തി ഇതിനകത്ത് തരും. ഇത്ര പേർക്ക് തന്നിട്ടുമുണ്ട് ഇല്ലേ അല്ലേ? ഇങ്ങനെയായിരുന്നു ഈ തറവാട് ഇവിടെ പൂർവ്വകാലത്ത് ഉണ്ടായിരുന്നത്. അല്ലേ വിഷ്ണു, അതെങ്ങനെയാണ് അല്ലേ? അത് അറുമുഖ ഷൺമുഖ എന്നിരിക്കുന്ന ദർപ്പണത്തിൽ ഒരു വാരി വരച്ച് അതെ, അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ട് അല്ലേ അതിന് പ്രയാസമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാം. എന്നാലും അതിനകത്ത് മറ്റൊരു വ്യഥകളുണ്ടായിക്കൂടെ. എല്ലാവരും ഏകസരത്തോടു കൂടി തന്നെ ഉണ്ടാവണം അതിനകത്ത്. എങ്കിൽ മാത്രമേ അത് പല പൂർത്തീകരണം ഉണ്ടാകൂ. അല്ല, ചൊല്ലിയത് മനസ്സിലായോ നിങ്ങൾക്ക് അല്ലേ? നിങ്ങൾ പൂർവ്വന്മാർ കൊത്തിയകന് കുറിച്ച കുടിമാനം മേടമാസം 25, 26 എന്നിരിക്കുന്ന പൊഴുത് അല്ലേ, 24, 25 എന്നിരിക്കുന്ന പൊഴുത് അല്ലേ, അത് മാറ്റി ചിന്തിച്ച് കുംഭമാസം എന്നിരിക്കുന്ന ഒരു പൊഴുതിലേക്ക് നിങ്ങൾ അടിയന്തരം കൊണ്ട് കൂട്ടുന്നൊരു കാലത്ത് ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല എന്നിരിക്കുന്ന ഒരു പരിഭവം ഉണ്ടായിക്കൂടാ എന്നുള്ളത്. അത് ഉചിതമായിരിക്കുന്ന വഴിയെങ്കിൽ കൂടി കൈയെടുത്തിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് വഴി പ്രകാരം നിങ്ങൾ ചെയ്തു വന്നു കേട്ടോ. അവിടെ പ്രയാസമൊന്നുമില്ല കേട്ടോ. നമ്മൾ മുടങ്ങിയിട്ടൊന്നുമില്ല, മഴ വന്നിട്ട് ഒന്നും മാറ്റമില്ല. കർമ്മം കൊണ്ട് കിട്ടിയതാണ് അല്ലേ? അത് നിങ്ങൾക്ക് വേണം എന്നതായിരിക്കുന്ന തറവാട് പ്രകാരത്തിൽ ബന്ധം നിലനിന്ന് പോരണം എന്നിരിക്കുന്ന ചിന്ത കൊണ്ട് അല്പം ആൾക്കാരമായാലും അങ്ങനെ ചിന്തിച്ചാൽ അവിടെ ഭഗവാൻ നിങ്ങൾ എന്താണോ ഇച്ഛിക്കുന്നത് അതിൽ കൂടുതൽ തറവാടിന് വേണ്ടുന്നതായിരിക്കുന്ന കാര്യാധികൾ കൊടുക്കും. ഇന്നേ വരെയൊക്കെ അത് കൊടുത്തിട്ടുണ്ടല്ലോ ഗ്രഹപതിമാരെ അല്ലേ? ഒന്നുമില്ലാതിരുന്ന കാലനേരത്ത് സർവ്വതും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന് തറവാടിനെ ഉദ്ധരിച്ചു പോലതായിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ അല്ലെ, പ്രവൃത്തികളും ഗതികളും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതേ പ്രകാരത്തും വണ്ണം നിങ്ങൾ നല്ല മനസ്സോടുകൂടി ഇതിനകത്ത് നിന്നാൽ ഇതിലും ഉപരിയായിട്ട് ഈ തറവാടിന് വേണ്ടുന്നതായിരിക്കുന്ന പരമാനന്ദം പരമശ്രേയസ്സും ഭഗവാൻ ഉണ്ടാക്കി തരും. ഞങ്ങൾ ഇരുവരും അതിന് ലക്ഷ്മീ കടാക്ഷമായിട്ട് ദേവീ കടാക്ഷമായിട്ട് എൻ്റെ അങ്ങാടിക്കോടിക്കാരോടും ഞാനും ഇതിനകത്ത് വേണ്ടതായ സഹായം ഉണ്ടാക്കി തന്നേക്കും. ഇങ്ങനത്തെ ഒരു കാര്യാദികളുണ്ടോ ചൊല്ലുവാന്നൊക്കെ വണ്ണം പറയാറുണ്ടോ? മുൻപേതുമായിട്ട് പത്താളം നിൽക്കുമ്പോൾ എല്ലാവരും വേണമെന്ന്, പത്താളം മാത്രം എന്നാൽ പോരാ, എല്ലാവരും വേണം. പക്ഷെ അങ്ങനെ അത് തന്നെയല്ലേ ഞങ്ങൾ ചൊല്ലിയത്. ഇത് ഒരുത്തൻ്റെ മാത്രം ഒരു ധർമ്മമല്ല. ഇവിടെ എനക്കെനക്ക് സുഖം കിട്ടണമെന്ന് കരുതി നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലോ അവിടെ ആ സുഖം നിങ്ങൾക്ക് പ്രാപ്തമാകുമോ? ഒരിക്കലുമില്ല. ധർമ്മദൈവ പ്രീതിക്ക് വേണ്ടിയിട്ട് പൂർവ്വസൂരുക്കൾ കണ്ടുവെച്ചതായിരിക്കുന്ന മാർഗങ്ങളാണിതൊക്കെ. മാത്രമായിരിക്കുന്ന ചേർച്ചക്കാരുണ്ടാവും. എങ്കിലും അത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. അതിന് വേണ്ടതായിരിക്കുന്ന അനുഭവം മാത്രം അങ്ങനെ തന്നെ ആവട്ടെ. അത് എടുക്കേണ്ടതിന് എടുത്ത് നീക്കം ചെയ്യേണ്ടതിന് നീക്കം ചെയ്ത് വളം എവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആഴി തറപ്പിച്ച് കൊള്ളാം കേട്ടോ. അത്രയും ചൊല്ലുന്നുള്ളൂ. അത് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും വിട്ട് വരെ അത് അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. സാധ്യമായി തരും, എല്ലാം സാധ്യമാക്കി തരും കേട്ടോ. നിങ്ങൾ മുന്നോട്ട് പുറപ്പെട്ടാൽ മാത്രം മതി. ഭഗവാനും അല്ലേ അതിൽ വിശേഷിച്ച് മഹാലക്ഷ്മി എന്നിരിക്കുന്നതായ ആ ഐശ്വര്യസ്വരൂപിണിയായിരിക്കുന്ന ഞാനും നിങ്ങൾക്ക് കടാക്ഷ വീക്ഷണത്തെ കൊണ്ട് ധന്യമാക്കി തരാൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഒന്നിനും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ സാധിക്കാത്ത കാര്യമൊന്നും തന്നെയില്ല. അതുകൊണ്ട് അല്ലേ ഞാനെന്നോ നീയെന്നോ രണ്ടവസ്ഥയില്ലാതെ കണ്ട് ഏവരും ഏകോദര സഹോദര ഭാവത്തോടു കൂടെ ഇതിനകത്ത് പ്രവർത്തിക്കാറായിരിക്കട്ടെ കേട്ടോ. എന്തുമായിക്കൊള്ളട്ടെ. വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ. ഇത് നിങ്ങളുടെ ധർമ്മമാണെന്ന് കരുതി അതൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് സഞ്ചരിക്കുക കേട്ടോ. അത്രയും ചൊല്ലുന്നുള്ളൂ.